ഹലോ ഓൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോഡൽ അനാലിസിസ് ആണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് സോഴ്സ് കൺവേർഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നൊരു സംഗതിയാണിത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ് ഈസ് ഇക്വലൻറ്റ് ടു എ കറണ്ട് സോഴ്സ് വിത്ത് സെയിം റെസിസ്റ്റൻസ് ഇൻ പാരലൽ എന്നാണ്. ഞാനത് എഴുതി കാണിക്കാം. നോക്കുക, എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിയും വോൾട്ടേജ് സോഴ്സ് വിയും അതുപോലെ ഒരു റെസിസ്റ്റൻസ് ആറും. ഓക്കെ, ഇവിടെ ടെർമിനൽസ് എയും ബിയും എന്ന് എഴുതുക. ദിസ് ഈസ് ഈക്വലൻ ടു എന്താണ്? ദിസ് ഈസ് ഈക്വലൻ ടു എ കറണ്ട് സോഴ്സ് വിത്ത് ദി സെയിം റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു കറണ്ട് സോഴ്സ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ആ നേരത്തെ ഉപയോഗിച്ച റെസിസ്റ്റൻസ്, അതേ വാല്യൂള്ള റെസിസ്റ്റൻസ് ഇവിടെ പാരലലായിട്ട് കൊടുക്കാം എന്നാണ് എന്ത് പറയുന്നത്? ഈ ഒന്നാമത്തെ സോഴ്സ് കൺവേർഷനിൽ പറയുന്നത്. ഇതേ ടെർമിനൽ എയും ബിയും എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വോൾട്ടേജും എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് എ ബി എന്നാണ് വി എ ബി എന്ന് പറഞ്ഞാൽ, അല്ലേ? അതെന്തായിരിക്കും? രണ്ട് കേസിലും സെയിം ആയിരിക്കും എന്നാണ് എന്ത് ആദ്യത്തെ സോഴ്സ് കൺവേർഷൻ പറയുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള നമ്മുടെ ഓംസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ചെറിയ വർക്കായിട്ട് തരികയാണ്. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ എൻ ഇ രാജീവ് സാറിൻ്റെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, സിമ്പിൾ കൺവേർഷൻ സാധാരണ ഓംസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ബി ഈക്വൽ ടു ഐ ആർ. നിങ്ങൾക്ക് ഇനി പ്രോബ്ലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന കറണ്ട് സോഴ്സ് ഉണ്ടല്ലോ, അതെങ്ങനെ കാണാം? പിന്നെ വി ഈക്വൽ ടു ഐ ആർ അല്ലേ? വി ഈക്വൽ ടു ഐ ആർ ആണല്ലോ. അപ്പോൾ ഐ ഈക്വൽ ടു വി ബൈ ആർ എന്നാണ് വരിക, അല്ലേ? അപ്പോൾ ഇവിടെ വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുണ്ടാവും, ഈ റെസിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുണ്ടാവും. അപ്പോൾ വി ബൈ ആർ ആ കറണ്ട് സോഴ്സാണ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, ആസ് ആൻ എക്സാമ്പിൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഇത് 15 വോൾട്ടാന്ന് കരുതുക, അതുപോലെ ഇത് ഒരു 5 ഓം ആണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇക്വലൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ടാക്കാന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? കൺവേർട്ട് ദ ഗിവൺ വോൾട്ടേജ് സോഴ്സ് ഇൻ ടു ഇക്വലൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞു കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താണ്? ഇതാണ് നമ്മുടെ എന്ത് വോൾട്ടേജ് സോഴ്സ്, അല്ലേ? ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഇക്വലൻറ്റ് കറണ്ട് സോഴ്സ് ആണ് എന്ത് ചെയ്യുക? പിന്നെ ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. അപ്പം വി എന്ന് പറഞ്ഞാൽ 15 വോൾട്ടാണ്, അതുപോലെ ആർ എന്ന് പറയുന്നത് 5 ഓം ആണ്. 15/5 3 ആംബിയർ ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 3 ആംബിയറിൻ്റെ സോഴ്സ് ഇട്ടാൽ മതി. ഇത് എത്ര തന്നെയാണ്? 5 ഓം തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ഈ വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എത്ര കിട്ടുക? വോൾട്ടേജ് 15 വോൾട്ട്, അല്ലേ? അതുപോലെ ഇവിടെ കാണിച്ചാലോ ഔട്ട്പുട്ട് പിന്നെ വി ഈക്വൽ ടു ഐ ആർ അല്ലേ? വി എ ബി ഈക്വൽ ടു ഐ ആർ. അപ്പോൾ 3 ആംബിയർ ആണ് കറണ്ട്, 5 ഓം ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ 3 × 5 15 വോൾട്ട് ഇവിടെയും കിട്ടും, അല്ലേ? ഇവിടെ വോൾട്ടേജ് എത്ര കിട്ടുക? 15 വോൾട്ട്, അല്ലേ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ ഓംസിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. എൻ്റെ കാൽക്കുലേഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രൂഫ് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക. ഇനി അതിലടുത്തായിട്ട് വരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ 2 or more voltage sources in series can be combined to get a single voltage source. എന്താ പറഞ്ഞത്? 2 or more voltage sources in series can be combined to get a single വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ വി എന്ന് പറഞ്ഞ വോൾട്ടേജ്. ഇവിടെ നോക്കുക, ഈ സർക്യൂട്ടിനകത്ത് ഇത് ഞാൻ സർക്യൂട്ട് ഫുൾ ആക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇത് മൂന്നും സീരീസിലാണ്. ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ്. ഈ വോൾട്ടേജ് വി എന്ന് പറയുന്നത് എന്താവും? V1 + V2 + V3. ഇതെങ്ങനെയാവുമ്പം? ഇത് സീരീസിലാവുമ്പോൾ മാത്രം. ഓക്കെ, ഈ രണ്ടാമതായിട്ട് അതിൽ വരുന്ന കോൺസെപ്റ്റ് ഇതാണ്. 2 or more current sources in parallel can be combined to get a single current source, അല്ലേ? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറേ കറണ്ട് സോഴ്സ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇങ്ങനെ ഓക്കെ, ഈ കറണ്ട് സോഴ്സിൻ്റെ കറണ്ട് I1 ആണ്, ഇത് I2 ആണ്, ഇത് I3 ആണെന്ന് കരുതുക. ദിസ് വിൽ ബി ഇക്വലൻ ടു എന്താണ്? എ സിംഗിൾ കറണ്ട് സോഴ്സ്. അതെങ്ങനെയാണ് കറണ്ട് സോഴ്സ് കാണുക? ഇങ്ങനെ, ഇത് ഐ ആണെന്ന് കരുതുക. ഓക്കെ,
ഇവിടെ എ ബി എന്ന് എഴുതുക, അതുപോലെ ഇവിടെ ടെർമിനൽസ് എ ബി എന്ന് എഴുതുക. വേർ ഐ ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത്? 2 or more voltage sources in series can be combined to get a single voltage source. ഇവിടെ എന്താ പറഞ്ഞത്? 2 or more current sources in parallel can be combined to get a single current source. ഇനി മറ്റൊന്നും പറയുന്നുണ്ട്, parallel voltage sources can be combined only if they have same EMF. ഓക്കെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ പാരലൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ V1, ഇവിടെ V2, ഇവിടെ V3 ഉണ്ടെന്ന് കരുതുക. ഇത് പാരലൽ അല്ലേ? അങ്ങനെ ഉണ്ടെന്ന് കരുതുക. ദേ ക്യാൻ ബി കമ്പൈൻഡ് ടു ഫോം എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് if and only if V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V3. എന്ന് പറഞ്ഞാൽ ഇതും സെയിം ആയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? നേരെ ആഡ് ചെയ്യാം. പാരലൽ ആണെങ്കിൽ അത് സെയിം ആയിരിക്കണം. അതുപോലെ കറണ്ട് സോഴ്സിനും 2 or more series current sources can be combined only if they have the same current. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടെന്ന് കരുതുക, ഇവിടെ മറ്റൊരു കറണ്ട് സോഴ്സ് ഉണ്ടെന്ന് കരുതുക, അതുപോലെ ഇവിടെ മറ്റൊരു കറണ്ട് സോഴ്സ് ഉണ്ടെന്ന് കരുതുക. ഇത് I1, I2, I3 ആണെന്ന് കരുതുക. They can be combined to form a single current source only if ഇത് എന്താവും? ഇത് നോക്കിയില്ല അല്ലേ നമ്മൾ? ഇപ്പോൾ എക്സാമ്പിൾ ഇത് V1, V2, V3 ഈക്വൽ ടു V ആണെന്ന് കരുതുക. അങ്ങനെ വെച്ചാൽ അത് എത്രയാവും? 3V ആവും. ഓക്കെ, അതുപോലെ ഇത് I1, I2, I3 ഇത് 3 കറണ്ട് സോഴ്സ് സീരീസിലാണ്. അവരെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും ഓൺലി ഇഫ് I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I3 ഈക്വൽ ടു I. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 3I ആയിട്ടുള്ളൊരു സിംഗിൾ സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ പിന്നെന്താ പറയുക, ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്, അതാണ് പറഞ്ഞത്. ഇനി ഇതിനകത്ത് പറയാനുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, നമുക്കിവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, ഈ രീതിയിൽ അതിൽ നമ്മൾ ഇങ്ങനെയൊരു ലോഡ് RL കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ് RL കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഔട്ട്പുട്ടിലേക്ക് വരുന്ന ലോഡ് വോൾട്ടേജ് VL ആണെന്ന് കരുതാം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് സോഴ്സിൻ്റെ ഏതൊരു ഡിവൈസിനും ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് ആദ്യം മനസ്സിലാക്കുക. ഏതൊരു വോൾട്ടേജ് സോഴ്സ് ആയാലും കറണ്ട് സോഴ്സ് ആയാലും അതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് നമ്മൾ സാധാരണയായിട്ട് ഒന്നെങ്കിൽ സ്മാൾ ലെറ്റർ Z കൊണ്ട് അല്ലെങ്കിൽ സ്മാൾ ലെറ്റർ R കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, ഇനി ഇത് ലോഡാണ്, ഇതിലേക്ക് വരുന്ന കറണ്ട് IL ആണെന്ന് കരുതുക, ലോഡ് കറണ്ട് എന്ന്. ഓക്കെ, അങ്ങനെയാണെന്ന് കരുതുക. ഇനി ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? ഐഡിയൽ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഹൂസ് ഔട്ട്പുട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് കറണ്ട്. അല്ലേ, നമ്മൾ പിന്നെ സോഴ്സിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ടിനാണ് ലോഡ് കറണ്ട് എന്ന് പറയാം. അല്ലേ, അപ്പം ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഹൂസ് ഔട്ട്പുട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് കറണ്ട്. ഈ ലോഡ് RL എന്ന് പറഞ്ഞ ലോഡ് സോഴ്സിൽ നിന്നും എത്ര കറണ്ട് എടുത്താലും ഇവിടെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ഓക്കെ, അത് നമുക്കിതുപോലെ ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് I ഈക്വൽ ടു V/R ആണല്ലോ. അപ്പം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, ഇവിടെ വോൾട്ടേജ് ഏതാണ്? V ആണ് അല്ലേ, ഈ വോൾട്ടേജ് ആണ് അവിടെ ഉള്ളത്. ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ട്? ഇവിടെ ഒരു R ഉണ്ട്, അതുപോലെ ഇതിൻ്റെ RL ഉണ്ട്. നമുക്കെന്ത് പറയാം? R പ്ലസ് RL എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എടുത്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഔട്ട്പുട്ട് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ്? VL ഈക്വൽ ടു എന്താണ്? IL ഇൻറ്റു RL അല്ലേ. ഔട്ട്പുട്ട് ലോഡിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് ഇൻറ്റു ലോഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പം IL നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു. അപ്പം എന്തുവരും? V/R പ്ലസ് RL ഇൻറ്റു RL എന്ന് വരും അല്ലേ. VL ഈക്വൽ ടു IL ഇൻറ്റു RL അല്ലേ, IL ഇതാണ്, അപ്പോൾ ഇതിങ്ങനെ വരും അല്ലേ. ഇനി നമ്മൾ ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുക എന്ന് കരുതാം. ഇഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ടേജ് സോഴ്സ് ഈസ് 0 ദെൻ VL ഈക്വൽ ടു എന്താവും? ഇത് 0 ആയി കഴിഞ്ഞാൽ RL കട്ട് ചെയ്ത് പോകും, VL ഈക്വൽ ടു V ആവും. എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം, നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കൊടുത്ത സോഴ്സിലുള്ള വോൾട്ടേജ് അല്ല, അത് അതുപോലെ ഔട്ട്പുട്ടിൽ കാണും എന്നാണ് പറഞ്ഞത്.
ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് കറണ്ട്. ഈ ലോഡ് ഈ ഉപയോഗിക്കുന്ന ഉപകരണം, ഇതിപ്പം ഒരു ഫാനോ ബൾബോ അല്ലെങ്കിൽ എന്തും ആവാം, ഇതിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്ര ആയി കഴിഞ്ഞാലും ഇവിടെ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇതാണ് ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഐഡിയൽ കണ്ടീഷൻ പോസിബിൾ അല്ല. കാരണം എന്താണ്? ഒരു സാധനത്തിൻ്റെയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ആവില്ല, അല്ലേ? ഐഡിയലി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വിത്തൗട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ദർ ഈസ് നോ അപ്പാരറ്റസ്, അല്ലേ? ഒരു വോൾട്ടേജ് സോഴ്സിനും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലാത്തതില്ല. ഇനി പ്രാക്ടിക്കലി ഒരു ഐഡിയൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താവും? വിച്ച് ഡ്രോസ് മിനിമം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അല്ലേ? മിനിമം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ളൊരു സാധനത്തിന് നമുക്ക് എന്താ പറയാം? പ്രാക്ടിക്കലി ഐഡിയൽ എന്ന് പറയാം. അല്ലാതെ എക്സാക്ട്ലി 0 ആയിട്ടുള്ളൊരു സാധനം കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ വരുന്ന മറ്റൊരു കോൺസെപ്റ്റാണ് എന്ത്? കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്, അല്ലേ? കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ശ്രദ്ധിക്കണം. കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ഈസ് എ വോൾട്ടേജ് സോഴ്സ് ദാറ്റ് പ്രൊവൈഡ്സ് കോൺസ്റ്റൻറ്റ് ലോഡ് കറണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് റെസിസ്റ്റൻസ്. അതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കറണ്ട് സോഴ്സ് അല്ല, അതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. അത് RL എത്രയാണോ എന്ന് നോക്കാതെ IL കോൺസ്റ്റൻ്റ് ആക്കുന്ന സാധനം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിൽ IL ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? V/R+RL ആണ്, അല്ലേ? വേർ R ഈസ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ടേജ് സോഴ്സ്, അല്ലേ? അപ്പോൾ I=V/R എന്നുള്ള ഫോർമുല വെച്ചിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് ഇവിടെ എന്താണ്? R-ഉം ഇൻറ്റേർണൽ റെസിസ്റ്റൻസും അതുപോലെ ലോഡ് റെസിസ്റ്റൻസും. അപ്പോൾ I=V/R എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക, അല്ലേ? ഇനി എന്ത് ചെയ്യണം? കോൺസ്റ്റൻറ്റ് ലോഡ് കറണ്ട് കിട്ടണം, അല്ലേ? അങ്ങനെ നമുക്കിത് പിന്നെ ഔട്ട്പുട്ടിൽ കോൺസ്റ്റൻ്റ് ആയി കീപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് എന്ത്? കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈഫ് R ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ RL എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് RLനേക്കാളും ഒരുപാട് കൂടുതലാണെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് RL ഉണ്ടാകുന്ന ചേഞ്ച് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. ഇവിടെ നോക്കുക, IL=V/R+RL അല്ലേ? R വളരെ കൂടുതലാണ്, അപ്പം RL ഉണ്ടാകുന്ന മാറ്റം ഇതിനെ കാര്യമായിട്ട് ബാധിക്കില്ല. ഇഫ് R ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ RL, അല്ലേ? അങ്ങനെയാകുമ്പം ILനെ ഇത് വല്ലാതെ ബാധിക്കില്ല. അപ്പം എന്ത് ചെയ്യും? അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. RL എത്ര ആയി കഴിഞ്ഞാലും IL സെയിം ആയി നിൽക്കുക എന്നുള്ളതാണിത്. അത് ഓക്കെ. അപ്പം ഐഡിയൽ ആണെച്ചാൽ R എന്തായിരിക്കണം? സ്മോൾ ലെറ്റർ R എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം. പക്ഷേ അത് പോസിബിൾ അല്ല. അവിടെ R 0 ആയിരിക്കണം, ഇവിടെ R ഭയങ്കരമായിരിക്കണം. അത് പോസിബിൾ അല്ല. അപ്പം എന്ത് ചെയ്യണം? ഐഡിയലി നമുക്ക് എങ്ങനെ പറയാം? എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് എന്ത്? കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സും അതുപോലെ കറണ്ട് സോഴ്സും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൂപ്പർ പൊസിഷൻ തിയറമാണ്. ഓക്കെ, നോക്കാം. ഈ തിയറം സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും കോൺസെപ്റ്റ് സിമ്പിളാണ്. അത് ഇതുപോലെ തന്നെ എഴുതിയെടുക്കണം. In a network of linear resistances or impedances containing two or more generators എന്ന് പറഞ്ഞാൽ voltage sources, the current which flows at any point in the network will be the sum of different currents which would flow through that point, considering each of the generators separately while all other generators are replaced for the time being by the resistance or impedance equal to their internal resistance or impedance. ഓക്കെ, വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. എന്താണെന്ന് ഞാൻ പറയാം. ഇത്തരത്തിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ്, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താവും? DC ആവും. ഇവിടെ ഈ സോഴ്സ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് AC ആവാം, DC ആവാം. ഓക്കെ, ഇത് ഈ രണ്ട് വോൾട്ടേജ് സോഴ്സ് ജനറേറ്റർ എന്ന് പറയുന്നത് AC ആവാം, DC ആവാം. ഇത്തരത്തിലൊരു സർക്യൂട്ട്, അതിനകത്ത് എന്തുണ്ട്? റെസിസ്റ്റൻസോ ഇമ്പിഡൻസോ ഉണ്ട്. എന്നിട്ട് രണ്ടോ അതിലധികമോ ജനറേറ്റേഴ്സും ഉണ്ട്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ സർക്യൂട്ടിനകത്ത് 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ദ കറണ്ട് വിച്ച് ഫ്ലോസ് അറ്റ് എനി പോയിന്റ് ഇൻ ദ നെറ്റ്വർക്ക്, ഏതെങ്കിലും സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഒഴുകുന്ന കറണ്ട്, ഓക്കെ, ഈ സർക്യൂട്ടിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ഇറ്റ് വിൽ ബി ദി കറണ്ട് വിച്ച് വുഡ് ഫ്ലോ ത്രൂ ദാറ്റ് പോയിന്റ് കൺസിഡറിങ് ഈച്ച് ഓഫ് ദി ജനറേറ്റേഴ്സ് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞാൽ
ഈ ഒരു സർക്യൂട്ടിൽ ഒരു പോയിന്റിൽ ഒഴുകുന്ന കറണ്ട് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? നമ്മൾ ഒരു ജനറേറ്റർ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുക ആൻഡ് റീപ്ലേസ് ദി അതർ ജനറേറ്റർ ബൈ ഇറ്റ്സ് ഇൻറ്റേർണൽ ഇംപിഡൻസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എക്സാമ്പിൾ ഈ ഒരു സർക്യൂട്ട്, ഇതിനകത്ത് ഈ ഒരു പോയിന്റിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണെന്ന് കരുതുക. ആ ഐ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയണേ? ആദ്യം നമ്മൾ ഈ ജനറേറ്റർ കൺസിഡർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇൻറ്റേർണൽ ഇംപിഡൻസ് ആയ Z2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്താവും? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആവും, ഈ വോൾട്ടേജ് സോഴ്സ് ഒഴിവാകും. അപ്പം നമുക്കൊരു കറണ്ട് കിട്ടൂലേ? അതിൻ്റെയും പിന്നെ നമ്മൾ ഈ ജനറേറ്റർ കൺസിഡർ ചെയ്യുക, V2 എന്ന ജനറേറ്റർ മാത്രം കൺസിഡർ ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക? ഇതിനെ വെട്ടിയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക, Z1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് സോഴ്സ് പോയി ഒരു റെസിസ്റ്റൻസ് ആവും, അതിൻ്റെ വാല്യൂ Z1. അപ്പോൾ നമുക്കിവിടെ ഒരു കറണ്ട് കിട്ടില്ലേ? അതിൻ്റെയും സം ആയിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നമ്മൾ മാക്സ്വെൽസ് ലൂപ്പ് കറണ്ട് മെത്തേഡിൽ നമ്മൾ ഓരോ ലൂപ്പിലൂടെയും ഒഴുകുന്ന കറണ്ട് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇതിലൂടെ ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഒഴുകുന്നതെന്ന് കരുതുക, അത് I1 ആണെന്ന് കരുതുക. ഇതിലൂടെയും ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഒഴുകുന്നത്, അത് I2 ആണെന്നും കരുതുക. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ I1 എന്ന് പറയുന്ന കറണ്ട്, ഇതിപ്പം ഈ ഒരു സർക്യൂട്ടിൽ ഈ ലൂപ്പിലൂടെ ഒഴുകുന്ന കറണ്ട് അല്ലേ, അത് എന്ന് പറയുന്നത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതാണ്. ഈ വോൾട്ടേജ് എന്ത് ചെയ്യുക, ഈ കറണ്ടിൻ്റെ വാല്യൂ ആയിട്ടാണ് ഞാൻ പറയണേ. നമുക്കൊരു കണ്ടിന്യൂസിറ്റി കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ I1 എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുക, ഇതിനെ Z2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക, ഇതിൻ്റെ ഇൻറ്റേർണൽ ഇംപിഡൻസ് ആയ Z2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് കിട്ടും, അത് I1 ആണെന്ന് കരുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമതായിട്ട് ഇത് കൺസിഡർ ചെയ്യുക, V2 മാത്രം കൺസിഡർ ചെയ്യുക, ഇതിനെ Z1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന കറണ്ട് എന്താണ്? I1 ആണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I1 ഈക്വൽ ടു I1 പ്ലസ് I1 ഓക്കെ, ഇത് മാത്രം കൺസിഡർ ചെയ്തപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I1, ഇത് മാത്രം കൺസിഡർ ചെയ്തപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I1 അങ്ങനെയാണെങ്കിൽ I1 ഈക്വൽ ടു I1 പ്ലസ് I1 എന്നാണ്. അതുപോലെ സർക്യൂട്ടിൻ്റെ ഈ പോയിന്റിലൂടെ ഒഴുകുന്ന ഒരു കറണ്ട് അത് എത്രയാണ്? I2. അത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ സർക്യൂട്ടിൻ്റെ ഈ ലൂപ്പിലൂടെ ഒഴുകുന്ന കറണ്ട് എന്താണ്? I2 ആണ്. അത് എന്തിന് ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞത്? ആദ്യം നമ്മൾ V1 കൺസിഡർ ചെയ്യുക, അപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണെന്ന് കരുതുക. ആദ്യം V1 മാത്രം കൺസിഡർ ചെയ്യുക, V2നെ Z2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക, അപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണെന്ന് കരുതുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് എത്തും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, V2 മാത്രം കൺസിഡർ ചെയ്യുക, V1നെ Z1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക, അപ്പോൾ ഇതിലൊഴുകുന്ന കറണ്ട് I2 ആണെന്ന് കരുതുക. I2 ഇതാണ് തിയറം പറയണത്. ക്ലിയർ ആണല്ലോ? ഇത് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഇത് ഈ ക്ലിപ്പ് റിവൈൻഡ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിനകത്തെ ഓരോ വോൾട്ടേജ് സോഴ്സും അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോഴുള്ള കറണ്ടുകളൊക്കെ ആഡ് ചെയ്യുക. ആ ഓരോ വോൾട്ടേജ് സോഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കി വോൾട്ടേജ് സോഴ്സുകൾ എന്താ ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? അവരവരുടെ ഇൻറ്റേർണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. V1 കൺസിഡർ ചെയ്യുമ്പോൾ V2നെ Z2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇനി V3 ഉണ്ടെന്ന് കരുതുക, മൂന്നാമത്തെ ഒരു സോഴ്സ് ഉണ്ട്, അപ്പോൾ അതിനെന്ത് ചെയ്യുക, അതിൻ്റെ ഇൻറ്റേർണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന കറണ്ട് പ്ലസ്, ഇനി അടുത്ത വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യുക, ബാക്കിയുള്ളതിനൊക്കെ ഇൻറ്റേർണൽ ഇംപിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന കറണ്ട് പ്ലസ് എക്സെട്ര. അതായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇത് തീർന്നിട്ടില്ല, ഇതിൻ്റെ ഒന്നും കൂടെ വേണം, പ്രൂഫും കൂടെ വേണം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ Z1, Z2, Z3, ക്യാപിറ്റൽ Z1, ക്യാപിറ്റൽ Z2, ക്യാപിറ്റൽ Z3 എന്ന് പറയുന്നത് എന്താണ്? ഇംപിഡൻസ് ആവാം, റെസിസ്റ്റൻസ് ആവാം. ഇംപിഡൻസ് എന്ന് പറയുന്നത് AC ആകുമ്പോഴാണ്, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ DC ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് എന്ത് ചെയ്യാം, ഇംപിഡൻസ് എന്ന് പറയാം. V1 എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിൻ്റെ ഇൻറ്റേർണൽ ഇംപിഡൻസ് ആണ് Z1. V2 എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിൻ്റെ ഇൻറ്റേർണൽ ഇംപിഡൻസ് ആണ് Z2. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ആദ്യം ഈ ഒരു സർക്യൂട്ടിന് എന്ത് ചെയ്യാം, മാക്സ്വെൽസ് ലൂപ്പ് കറണ്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം ഇതാണ് ലൂപ്പ് 1 എന്ന് എഴുതാം, ഇതാണ് ലൂപ്പ് 2. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് KVL ടു ലൂപ്പ് 1. ലൂപ്പ് 1ന് KVL അപ്ലൈ ചെയ്യണം ഇതിന്. അപ്പോൾ എന്താ വരിക, ഇതിലൊഴുകണ കറണ്ട് I1 അല്ലേ. അപ്പം ഞാൻ പറഞ്ഞുതരാം നമ്മളെങ്ങനെ ചെയ്യാം.
ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് IR അല്ലേ, പിന്നെ എന്താണ് KVL എന്ന് പറഞ്ഞാൽ സം ഓഫ് വോൾട്ടേജസ് ഇൻ എ സർക്യൂട്ട് ലൂപ്പ് ഈസ് 0 എന്നല്ലേ. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് പറഞ്ഞാൽ I1 ഇൻറ്റു Z1. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചൊന്നും മറക്ക് ചെയ്ത് കേട്ടോ. I1 ഇൻറ്റു Z1 അല്ലേ, ഇങ്ങോട്ടാണ് പോണത്. I1 ഇൻറ്റു Z1 പ്ലസ് ഇത് I1 ഇൻറ്റു Z3. ഇനി തീർന്നില്ല, ഈ ബ്രാഞ്ചിലൂടെ I1 ഇങ്ങോട്ട് പോരുന്നുണ്ട്, അതേ സമയം I2 മുകൾക്കും പോകുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടാണ് പോരുന്ന I2 മുകൾക്കാവണേ, അപ്പം മൈനസ് ആവും I2 Z3. പിന്നെ എങ്ങനെ വന്നു, ഇതെന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവാണ്. അപ്പം -V1 = 0 അല്ലേ, അങ്ങനെ കൊടുത്തു. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ കാൽക്കുലേഷനകത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് 0 ആക്കി കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാൽക്കുലേഷൻ സിമ്പിളാകാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് 0 ആക്കി കൊടുക്കുന്നുണ്ട്. അതല്ലായിരുന്നെങ്കിൽ ഞാൻ ആ കേസ് കൂടെ എഴുതാം. ശരിക്കും അങ്ങനെയാണ് എഴുതേണ്ടത്. ഞാനിത് വെട്ടുകയാണേ, നോക്കാം, ഒന്നുകൂടെ പോകാം. I1 എന്ന് പറയുന്ന ഈ ലൂപ്പിലെ കറണ്ട്, അപ്പം I1 Z1 പ്ലസ് I1 Z3 മൈനസ് I2 Z3 അല്ലേ. പിന്നെ ഇങ്ങനെ വന്ന് I1 എന്ന് പറഞ്ഞ കറണ്ട് ഇതിൽ പോകുന്നുണ്ട്, ഇതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് Z1 ആണ്. അപ്പം എന്ത് വരും, പ്ലസ് I1 Z1 എന്നും വരും. ഈ Z1 എന്ന് പറയുന്നൊരു റെസിസ്റ്റൻസ് ആണ്, ഇൻറ്റേർണൽ ഇമ്പിഡൻസ് ആണ്. I1 ഇൻറ്റു Z1 എന്നും വരും. മൈനസ് V1 = 0 എന്ന് വരിക. ഇനി പുട്ടിങ് Z1 = 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 0 ആക്കാം. അതുകൊണ്ട് വി ക്യാൻ ഫോം ആൻ ഇക്വേഷൻ. ഇതിൽ I1 കോമൺ ആണ് അല്ലേ, അപ്പോൾ I1 ഇൻറ്റു Z1 പ്ലസ് Z3 മൈനസ് I2 Z3 = V1 എന്ന് എഴുതാം. ഇതാണ് ഒരു ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യാം, നമ്മൾ രണ്ടാമത്തെ ലൂപ്പിന് KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ Z1 = 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോഴാണ് ഇങ്ങനെ കിട്ടുക. ഇനി നമ്മൾ രണ്ടാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് KVL ടു ലൂപ്പ് 2. അപ്പം രണ്ടും കൂടെ കാണാൻ ബുദ്ധിമുട്ടാണ്. നോക്കാം, നിങ്ങളുടെ പിന്നെ ബുക്ക് നോക്കിയിട്ട് എഴുതണേ. അപ്പം KVL ടു ലൂപ്പ് 2 അതിന് അപ്ലൈ ചെയ്യാം. KVL ടു ലൂപ്പ് 2 ഞാനിവിടെ എഴുതാൻ നോക്കാം. നമുക്ക് ഇതിലൂടെയുള്ള കറണ്ട് I2 ആണ്. അപ്പം I2 ഇൻറ്റു Z2 അല്ലേ, I2 Z2 പ്ലസ് ഇതിൽ I2 പോകുന്നുണ്ട്, ഇതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് Z2 ആണ്. I2 Z2 സ്മാൾ ലെറ്റർ Z2 ഇങ്ങനെ പ്ലസ് I2 ഇത് Z3. പിന്നെ I2 അങ്ങോട്ട് പോകുന്നുണ്ട്, അതേസമയം I1 ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പം മൈനസ് I1 Z3 അല്ലേ = 0 എന്ന് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കാര്യം എഴുതാൻ മറന്നു. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടല്ലോ അല്ലേ, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പം -V2 = 0 എന്ന് എഴുതി അല്ലേ. ഓക്കെ അല്ലേ, അത് റീഅറേഞ്ച് ചെയ്യുക. അതേസമയം നമ്മൾ എന്ത് ചെയ്യുക, Z2 അതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് 0 ആയി കൊടുക്കുക. അപ്പം എന്ത് വരും, I2 കോമൺ ആണ്. I2 ഇൻറ്റു Z2 പ്ലസ് Z3 മൈനസ് I1 Z3 = V2 എന്നാവും. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. ക്ലിയർ അല്ലേ. അതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, Z2 0 എടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഒരു ലൂപ്പ് എടുത്തു, അതിന് നമ്മൾ എന്ത് ചെയ്തു, KVL അപ്ലൈ ചെയ്തു. ലൂപ്പ് 1നും ലൂപ്പ് 2നും KVL അപ്ലൈ ചെയ്തു, 2 ഇക്വേഷൻ കിട്ടി. ഇപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ V1 മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, V1 എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ് മാത്രം ഇതിൽ വെക്കുക. ഇതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. നമ്മൾ Z2 = 0 എന്നെടുത്തത് കൊണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് എന്താവും, ക്ലോസ് സർക്യൂട്ട് ആവും. ഇതാണ് ഷോർട്ട് ചെയ്താൽ മതി. V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സിനെ എടുത്ത് മാറ്റി വെച്ച് Z2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വെക്കുക. റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നേരെ ഒരു വയറാണ് അല്ലേ, അങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതേ സംഭവം വീണ്ടും ചെയ്യുക. പിന്നെ മൂന്നാം ഘട്ടത്തിൽ എന്ത് ചെയ്യുക, ഇവിടെ V2 ആക്കുക, ഇവിടെ എന്ത് ചെയ്യുക, Z1 = 0 ആക്കുക, എന്നിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് 6 ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇനി രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ഇവിടെ V1 എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ് കൊടുത്തു അല്ലേ,
ഇവിടെ Z1 അതുപോലെ, ഇവിടെ Z2 അതുപോലെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് Z3 അതേപോലെ തന്നെ. പിന്നെ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സ് ഉണ്ടല്ലോ, V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ്, അതിന് പകരം അതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ Z2 ആക്കണം. ആ Z2 0 ആയതുകൊണ്ട് നമ്മളിതിന് എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു അല്ലേ. ഇവിടെ അങ്ങനെ എഴുതണം, എന്ത്, Z2 = 0 എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ റെസിസ്റ്റൻസ്, Z1, Z2, Z3. ഇവിടെയോ V1, ഇതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് 0. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ സർക്യൂട്ടിൽ മാറ്റമല്ലേ, മാറ്റമുള്ളത് കൊണ്ട് ഞാൻ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ I1' എന്ന് വിളിച്ചു, ഗ്രൂപ്പ് 1. ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ ഞാൻ I2' എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെ വിളിച്ചു. ഇത് ലൂപ്പ് 2. ഓക്കെ, നേരെ I1 I2 ആയിരുന്നു, ഇത് I1' I2' ആയി. ഇനി വീണ്ടും KVL അപ്ലൈ ചെയ്യുക. നമുക്ക് കുറച്ച് സ്പീഡിൽ അപ്ലൈ ചെയ്യണം. നോക്കുക, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം I1' Z1 ഇത് പ്ലസ് I1' Z3 മൈനസ് I2' Z3 മൈനസ് V1 = 0 അല്ലേ. അപ്പം എന്ത് കിട്ടും, I1' കോമൺ ആണ്, Z1 പ്ലസ് Z3 മൈനസ് I2' ഇൻറ്റു Z3 = V1. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ. ഇനി അപ്ലൈയിങ് KVL ടു ലൂപ്പ് 1 കേട്ടോ. ഇനി വീണ്ടും അപ്ലൈയിങ് KVL ടു ലൂപ്പ് 2. എന്താ കിട്ടുക, ലൂപ്പ് 2 അപ്ലൈ ചെയ്താൽ I2' ഇൻറ്റു Z2, ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല അല്ലേ, പ്ലസ് I2' ഇൻറ്റു Z3 മൈനസ് I1' ഇൻറ്റു Z3 = 0. ഇവിടെ എന്തില്ല, വോൾട്ടേജ് സോഴ്സ് ഇല്ല അല്ലേ, അത് കൊടുത്തു. അപ്പം എന്ത് കിട്ടും, I2' കോമൺ ആണ് അല്ലേ, Z2 പ്ലസ് Z3 മൈനസ് I1' Z3 = 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 ഇക്വേഷൻ കിട്ടിയില്ലേ, തീർന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ V2 വെച്ചിട്ട് V1 അതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇപ്പോൾ നോക്കുക, ഇത് Z1 Z2 Z3 അതുപോലെ ഇവിടെ V1 മാറ്റി എന്താക്കി, അതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് ആയ 0 കൊണ്ട് റീപ്ലേസ് ചെയ്തപ്പോൾ ഷോർട്ട് സർക്യൂട്ടായി. V2 അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് 0. ഇപ്പം ആദ്യത്തെ 2 സർക്യൂട്ടിൽ നിന്നും ഈ കറണ്ട് ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് ഇത് ലൂപ്പ് 1 ആണ്, ഇത് ലൂപ്പ് 2 ആണ്. ഇതിലിപ്പോൾ ഒഴുകുന്ന കറണ്ട് വേറെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് ഞാൻ എന്തെടുത്തു, I1" എന്നെടുത്തു. ഈ കറണ്ടിന് ഞാൻ I2" എന്നെടുത്തു. ഓക്കെ, വീണ്ടും KVL അപ്ലൈ ചെയ്യുക. ലൂപ്പ് 1 അപ്ലൈ ചെയ്താൽ I1" Z1 പ്ലസ് I1" Z3 മൈനസ് I2" Z3 = 0. കോമൺ ടേംസ് എടുക്കുക, I1" Z1 പ്ലസ് Z3 മൈനസ് I2" Z3 = 0. ഓക്കെ അല്ലേ. ഇതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് വിളിച്ചു. ഇനി ലൂപ്പ് 2 എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. I2" Z2 പ്ലസ് ഇവിടെ ഇൻറ്റേർണൽ ഇമ്പിഡൻസ് ഇല്ല, I2" Z3 മൈനസ് I1" Z3. ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ, അപ്പം മൈനസ് V2 = 0. അപ്പം ഇത് അറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും, I2" കോമൺ, Z2 പ്ലസ് Z3 മൈനസ് I1" Z3 = V2 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഇതിനും 2 ഇക്വേഷൻ കിട്ടിയില്ലേ. ഇനി ഇക്വേഷൻ നമ്പർ 1 2 3 4 5 6 എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര ചെയ്തിട്ടുള്ളൂ, ഇവിടെ നോക്കുക, ഇത് അതുപോലെ 1 അതുപോലെ. രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഈ ഓർഡർ മാറ്റി ചെയ്തതിന് I2 ഇത് ആദ്യം എഴുതിയതിന് പിന്നെ I1 എഴുതിയതിന്. അപ്പോൾ ഞാൻ തിരിച്ചിട്ടുണ്ട്, നമുക്ക് I1 കഴിഞ്ഞിട്ട് I2, I1' കഴിഞ്ഞിട്ട് I2' അങ്ങനെ ഓർഡറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇക്വേഷൻ അതന്നെ, ഒന്നും മാറ്റിയിട്ടില്ല, ആ ഓർഡർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യം I1 പിന്നെ I2, ആദ്യം I1' പിന്നെ I2', ആദ്യം I1" പിന്നെ I2', ആ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഇക്വേഷൻ 3+5 ചെയ്യാം. ഇക്വേഷൻ 3+5. ഓക്കെ,
അതുപോലെ ഇക്വേഷൻ 4+6 ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 3+5 4+6 ചെയ്യാം. ഓക്കെ, നോക്കാം. 3+5 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 3യും 5 ആണ് കേട്ടോ. ഞാനിത് ഡയറക്റ്റ് ചെയ്യാണ്. ഇവിടെ നോക്കുക, ഇവിടെ Z1 + Z3 കോമണാണ്. അപ്പോൾ Z1 + Z3 ഇൻറ്റു I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ് ആയി അല്ലേ. പിന്നെ എന്താ വരുന്നത്? മൈനസ് I2 ഡാഷ്. അപ്പം മൈനസ് എന്താ വരുന്നത്? I2 ഡാഷ്, ഇവിടെ I2 ഡബിൾ ഡാഷ്, Z3 കോമണാണ്. അപ്പം എന്ത് കൊടുക്കാം? Z3 ഇൻറ്റു I2 ഡാഷ് പ്ലസ് I2 ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഈക്വൽ ടു 3യും 5ഉം അല്ലേ, V1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 7 എന്ന് വിളിച്ചു. സംശയമൊന്നുമില്ലല്ലോ, ജസ്റ്റ് അഡീഷൻ. ഇനി 4ഉം 6ഉം ആഡ് ചെയ്യാം. ഓക്കെ, 4ാമത്തെയും 6ാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്യുക. ഇവിടെ നോക്കുക, ഇവിടെ Z3 കോമണാണ് അല്ലേ, മൈനസ് Z3 കോമണാണ്. അപ്പം എന്ത് ചെയ്യാം? I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ് അല്ലേ. 4ഉം 6ഉം ആണേ, ഇത് 2ഉം ആണേ. അപ്പം മൈനസ് I1 ഡാഷ്, ഇവിടെ മൈനസ് I2 ഡാഷ്, I1 ഡബിൾ ഡാഷ്, ഇവിടെ Z3. അപ്പോൾ Z3 കോമൺ ആക്കി എടുത്തു. അപ്പോൾ എന്ത് വരും? മൈനസ് Z3 കോമൺ ആക്കി എടുത്തു. അപ്പം I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ്. ഇനി ഇതിൽ നോക്കുക, Z2 + Z3 കോമണാണ്. Z2 + Z3 അല്ലേ, Z2 + Z3. ഇവിടെ I2 ഡബിൾ ഡാഷ്, ഇവിടെ I2 ഡാഷ് അല്ലേ. അതെടുത്തു, I2 ഡാഷ് പ്ലസ് I2 ഡബിൾ ഡാഷ് ഈക്വൽ ടു 4ഉം 6ഉം അല്ലേ, V2 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടില്ലേ? ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും സ്ക്രീനിൽ ഒതുങ്ങും എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ 7ഉം 8ഉം നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1 ഉം 2 ആയിട്ട് കമ്പയർ ചെയ്യാം. ഇക്വേഷൻ 1 ഇതല്ലേ അല്ലേ, 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഇതല്ലേ, അതുപോലെ 7 ഇതല്ലേ. അപ്പോൾ നോക്കുക, നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് Z1 + Z3 അല്ലേ, ഇതിൻ്റെത് Z3 അല്ലേ. ഓക്കെ, ഇവിടെ V1 അല്ലേ, ക്ലിയർ ആയോ? ഇവിടെ Z1 + Z3, ഇവിടെ മൈനസ് Z3, ഇവിടെ V1. അതുപോലെ ഈ 7ാമത്തെ ഇക്വേഷനിൽ ഇവിടെ Z1 + Z3, ഇവിടെ മൈനസ് Z3, ഇവിടെ V1. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? Z1 + Z3, Z1 + Z3 മാച്ചായി, മൈനസ് Z3യും മൈനസ് Z3യും മാച്ചായി. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ് അല്ലേ. ഇതിൻ്റെ കോഎഫിഷ്യൻ്റോ I1ഉം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? I1 = I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ് എന്ന് എഴുതാം. അതുപോലെ മൈനസ് Z3ൻ്റെ കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്താൽ I2 = I2 ഡാഷ് എന്നല്ലേ, I2 ഡാഷ് പ്ലസ് I2 ഡബിൾ ഡാഷ് എന്ന് എഴുതാം അല്ലേ. I2 = I2 ഡാഷ് പ്ലസ് I2 ഡബിൾ ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുക? ഇക്വേഷൻ 2ഉം അതുപോലെ 8ഉം കമ്പയർ ചെയ്യാം. നോക്കുക, ഇക്വേഷൻ 8 ഇതാണ് അല്ലേ, ഇതിന് മൈനസ് Z3 അല്ലേ, ഇവിടെ മൈനസ് Z3, ഇവിടെ Z2 + Z3, ഇവിടെ Z2 + Z3. അപ്പോൾ മൈനസ് Z3ൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആവില്ലേ. അപ്പോൾ എന്താണ്? ഇവിടെ I1 അല്ലേ, I1 = I1 ഡാഷ് പ്ലസ് I1 ഡബിൾ ഡാഷ്. അതുപോലെ ഇവിടെ I2 അല്ലേ, I2 = I2 ഡാഷ് പ്ലസ് I2 ഡബിൾ ഡാഷ് എന്ന് വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എഴുതിയ അതേ സാധനം അല്ലേ. ഇതാണെന്ത്? സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.